പാതയോരങ്ങളിൽ പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് വിലക്ക് ഹൈക്കോടതി. നിയമപരമായ അനുമതിയില്ലാതെ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതാണ് വിലക്ക്. നിലവിലുള്ള കൊടിമരങ്ങൾ നീക്കുന്നതിൽ 6 മാസത്തിനകം നയം രൂപീകരിക്കണം. കോടതി ഉത്തരവ് പാലിക്കാൻ സർക്കാർ 2 ആഴ്ചയ്ക്കകം സർക്കുലർ ഇറക്കുകയും വേണം. ഉത്തരവ് നടപ്പാക്കിയതിന്റെ റിപ്പോർട്ട് 1 മാസത്തിനകം സർക്കാർ ഹൈക്കോടതിയിൽ നൽകണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, കോടതി രണ്ടും കൽപ്പിച്ചാണല്ലേ? ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെ നമ്മൾ കരുതേണ്ടി വരും. പന്തളം മന്നം ഷുഗർ മില്ലിന് മുന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും കൊടിമരം സ്ഥാപിച്ചിരുന്നത്. ഇതിൽ CPIM-ന്റെയും BJP-യുടെയും DYFI-യുടെയും കൊടിമരങ്ങളാണ് സ്ഥാപിച്ചത്. ഇത് അനധികൃതമാണ് എന്ന് ഇത് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് മന്നം ഷുഗർ മിൽ നേരത്തെ തദ്ദേശ ഭരണ ഡയറക്ടറെ സമീപിച്ചതും പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാതയോരമടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും പുറമ്പോക്കുകളിലും നിയമപരമായ അനുമതിയില്ലാതെ പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കരുത് എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതിന് വിലക്കും ഹൈക്കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാർ 6 മാസത്തിനകം നയം രൂപീകരിക്കണമെന്ന കാര്യവും കൂടി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. കോടതി ഉത്തരവ് കർശനമായി പാലിക്കണം എന്നാണ് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് നൽകിയ നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഈ ഹൈക്കോടതി ഉത്തരവ് 2 ആഴ്ചയ്ക്കകം സർക്കുലറായി പുറപ്പെടുവിക്കണം എന്ന കാര്യവും കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 മാസത്തിനകം ഇത് സംബന്ധിച്ച എന്ത് നടപടി സ്വീകരിച്ചു എന്നതിലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകണമെന്നുമാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഓക്കെ, താങ്ക് യു ശ്യാം ദേവരാജ്. തീർച്ചയായിട്ടും ഹൈക്കോടതി ഉത്തരവിനെ നമുക്ക് സ്വാഗതം ചെയ്യണം. ഈ പാതയോരങ്ങളിൽ പൊലിയുന്ന ജീവനുകൾ നമ്മൾ കാണുന്നതല്ലേ? ഇതേപോലുള്ള പോസ്റ്റുകളിൽ ഇടിച്ചും ഒക്കെ നമ്മൾ കാണുന്നു. അതിൻ്റെ പേരിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. പാതയോരങ്ങളിൽ ഇത്തരം വലിയ തൂണുകളൊന്നും സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. അത് പാതയോരങ്ങളായി തന്നെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ നമ്മൾ എന്താണ് ഈ സിവിക് കൾച്ചറൊക്കെ പഠിക്കുക എന്നുള്ളതാണ്.